പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇന്ന് പിന്നെ നമ്മൾ കൊണ്ടുവന്ന വണ്ടി 90s കെ എസ് ആർ ടി സി ആണ് കേട്ടാ, പഴയ കെ എസ് ആർ ടി സി. ഇത് പിന്നെ നൈസ് വണ്ടിയാന്ന് അണ്ണൻ പറയണേ. ഈ വണ്ടി ഭയങ്കര സ്പീഡിൽ പോവുന്നു. അണ്ണാ, ഈ വണ്ടി സ്പീഡിൽ പോവോ? എനിക്ക് തോന്നണില്ല, കാരണം ഇത് പഴയൊരു വണ്ടിയാ. എന്തായാലും ഒരു 100 വരെ പോവും, അതിൻ്റെ മേലെ പോവില്ല. എടാ പിഞ്ചാനെ, അതൊക്കെ നിന്റെ വരും തോന്നല. ഇപ്പം തന്നെ 100 കടന്നു. ഈ വണ്ടി നോക്കിക്കോ, ഒരു 300 വരെ പോവും, അതുറപ്പാ. 300? ഒരു ബസ് 300 പോവേ? അതും 90s പഴയ ബസ്? എനിക്ക് തോന്നണില്ല ഏട്ടാ. തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളു. ഇതെന്തത് 300 പോകുന്നു പറയണ? ഒരു 220 അത്ര മതി. ആ ടാറ്റയുടെ കെ എസ് ആർ ടി സി ഇല്ലേ, അത് 230 പോവും. അത് പക്ഷേ പുതിയ മോഡലാ. ഈ പഴയ മോഡൽ കെ എസ് ആർ ടി സി എങ്ങനെ 300 പോവാ? എനിക്ക് തോന്നണില്ല. അണ്ണൻ വെറുതെ തള്ളാണ്ടിക്ക്. എടാ പിഞ്ചാനെ, നീ എന്തൊട്ട് പറയണേ? നീ ആ മീറ്ററിൽ നോക്കിയേ, നീ പറഞ്ഞ 230 കടന്നു. ഇവിടെ പിന്നെ ഒരു വളവുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പീഡ് കുറച്ചു. ഒരു നല്ല റോഡ് എത്തട്ടെ, അന്നേരം ഞാൻ ഈ വണ്ടിയുടെ ശരിക്കുള്ള പെർഫോമൻസ് കാണിച്ചു തരാം. ഇപ്പം തന്നെ 230 കടന്നു. എനിക്ക് ഉറപ്പുണ്ട് ഈ വണ്ടിയിൽ ഇത് 300 കടക്കും. 300 കടന്നിരിക്കും. ഒരു മിനിറ്റ്, ഇതെന്തത്? ഈ ടിപ്പറുകാരൻ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കണേ? എൻ്റെ വണ്ടി മോടെ ഉറച്ചു. അതിപ്പോൾ സീനില്ല, വണ്ടിക്ക് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഇത് പിന്നെ ചെറിയ വഴിയാണ് കേട്ടോ. ഇവിടെ ഒന്നും നമുക്ക് വലിയ കയറിയിട്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല. അണ്ണാ, ഇതെന്തത്? ആ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ഒരു വലിയ മോണിറ്റർ വെച്ചേക്കണ്. ഈ മോണിറ്റർ മറ്റേ ഗൂഗിൾ മാപ്സിന് വെച്ചേക്കണതല്ലേ? എന്നാലും ഇത്ര വലിയ മോണിറ്റർ ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ, ഞാനല്ല ഈ വണ്ടിയുടെ ഓണർ. അവർ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഓടിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, റെഡ് സിഗ്നലായി. ബാക്കി വണ്ടിക്കാരൊക്കെ നിർത്തി. ഞാൻ സാധാരണ റെഡ് സിഗ്നലിൽ നിർത്താറില്ല. ഇത് പിന്നെ ഇവരൊക്കെ നിർത്തിയല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കും ഇവിടെ തന്നെ നിൽക്കുക. എടാ വഴിന്ന് മാറ്റടാ, ഞാൻ പൊക്കോട്ടെ. നമ്മൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരാ, നമുക്ക് നല്ല ധൃതിയുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെ സിഗ്നൽ ഗ്രീനായി കാണ്. എടാ പോളോക്കാരാ, വേഗം എടുത്തോട്ട് പോടാ. നിൻ്റെ വണ്ടിക്ക് നല്ല പവർ ഉണ്ടല്ലോ, ആ പവർ അങ്ങ് കാണിക്കി. ഇവന്മാരൊക്കെ പതുക്കെ പോവുള്ളൂ. ഇനി കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാലേ ഒരു വളവുണ്ട്, റൈറ്റിലേക്ക് ഒരു വളവുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാം. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നോക്കാം. എടാ ഷിൻചാനെ, പിഞ്ചാനെ, മീറ്ററിൽ നോക്ക്. ഇപ്പം 170 കടന്നു, 80 കടന്നു, ഇപ്പോൾ 200 കടന്നു. ഇതുണ്ടില്ലേ, വണ്ടി നല്ല സ്പീഡിൽ കയറുന്നുണ്ട്. എന്തായാലും ഇത് 300 കടക്കും. ഇപ്പോൾ 240 കടന്നു, 50 കടന്നു. അണ്ണാ, ഇതെന്തത്? ഇത് ബസ്സാണോ? ജെറ്റ് പോലും ഇങ്ങനെ പോവില്ലല്ലോ. ഈ ബസ് എന്ത് സ്പീഡിലാ പോണേ? ഇപ്പൊ 290 കടന്നു, 300 എത്താറായി. ഷേ, ഈ ലോഡിംഗ് മാപ്പ്. എടാ ഷിൻചാനെ, അത് പണിയില്ലോ. 300 ടച്ച് ചെയ്തായിരുന്നു, 299 എത്തി. അപ്പോഴേക്കും ആ ലോഡിംഗ് മാപ്പ് കാണിച്ചു. എന്തെങ്കിലും ആവട്ടെ, കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാലേ ഒരു ഹൈവേ വരുന്നുണ്ട്, നമുക്ക് അന്നേരം പടച്ചു വിടാം. ഇപ്പം നിങ്ങൾക്കൊക്കെ വിശ്വാസമായില്ലേ, ഈ വണ്ടി 300ൻ്റെ മേലെ പോവും. ഇത് പിന്നെ ചെറിയ റോഡാ, ഇവിടെ നമുക്ക് വലിയ കയറിയിട്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല. എന്നാലും നമ്മൾ സ്പീഡിൽ പോവും, കാരണം ഈ റോഡ് ഇപ്പോൾ ഫുള്ള് കാലിയാണ്. കാലി റോഡിൽ സ്പീഡിൽ പോകാനായിട്ട് എന്താ രസമല്ലേ? ഇയാള് ഈ പോളക്കാരൻ അപ്പോഴേക്കും നമ്മളെ തടഞ്ഞു. ഇവർക്കൊക്കെ സ്പീഡേ പോക്കൂടെ? ഈ പോളക്കൊക്കെ നല്ല എഞ്ചിനുണ്ട്, അതിനൊക്കെ നല്ല പവറാ. ഇവന്മാർ എന്നിട്ടും പതുക്കെ പോവുള്ളൂ. എന്താ ചെയ്യുക?
ഇനിയിപ്പം നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ തിരക്കായി തുടങ്ങി. അണ്ണാ എന്നാലും സംഭവം കൊള്ളാട്ടാ. നൈസ് വണ്ടി. ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. ഓക്കെ, ഇവിടെ റൈറ്റിലേക്ക് ഒരു വളവുണ്ട്. നമുക്ക് പതുക്കെ അങ്ങോട്ട് വളച്ചെടുക്കാം. ഓ, ഇപ്പം കൊണ്ട് ഇടിച്ചാനേ. ആ സീനില്ല. ഇവിടെ നിന്ന് ഇനി പടച്ച് പോകാൻ പറ്റില്ല. ഇതുണ്ടല്ലേ, റോഡ് ഭയങ്കര ചെറുതാ. ഈ ഇന്നോവക്കാരന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? വളവിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, പക്ഷെ ഞാൻ ഓവർടേക്ക് ചെയ്തു. വലിയ സീനൊന്നും ഇല്ല. അണ്ണാ ഹൈവേ എത്താറായ. അയ്യോ, ആ ആംബുലൻസിനെ കൊണ്ട് ഇടിച്ചാനേ. ആംബുലൻസിനെ ഇടിച്ചു കഴിഞ്ഞാൽ പണി പാളും. അല്ല, ഹൈവേയിൽ എത്താറായ. ഇനി എത്ര ദൂരം കൂടി ഉണ്ട്? ഹൈവേക്ക് എത്താറായി. ഇനി കുറച്ചുകൂടി ദൂരമുള്ളോ. ഇപ്പം എത്തും. ഇവിടെ പിന്നെ കണ്ടില്ലേ, റോട്ടിൽ നല്ല തിരക്കുണ്ട്. നേരത്തെ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണ്ടേ. സിഗ്നലൊന്നും നമ്മൾ വണ്ടി നിർത്തില്ല, അതങ്ങ് വെട്ടിച്ച് പോവും. ഓക്കെ ഗേസ്, നമ്മളങ്ങനെ ഹൈവേയിൽ എത്തിയേക്കാണ് കേട്ടാ. ഇവിടെ പിന്നെ ഞാൻ ടോളൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് പടച്ചു വിടാം, ഒന്നും നോക്കണ്ട. ഇത് പിന്നെ വലിയൊരു ഹൈവേയാ, ഒരു 6 വരി പാതയാ. ഇതെന്തത്, മുന്നിൽ കുറേ വണ്ടികളുണ്ടല്ലോ. ഇവരൊക്കെ പതുക്കെ പോണ്. എന്താ കാര്യം ഇത്ര വലിയ ഹൈവേ ഒക്കെ ഉണ്ടായിട്ട് ഇവന്മാർ പതുക്കെ പോവുള്ളോ? ഞാൻ ആദ്യം വിചാരിച്ചത് ഹൈവേയിൽ കയറി കഴിഞ്ഞാലേ പടച്ച് പോവാന്ന്. ഇനി തോന്നണില്ല പടച്ച് പോകാൻ പറ്റുന്നു. മുമ്പിൽ നിറച്ച് വണ്ടികളാ. ഈ പതുക്കെ പോണവർക്ക് ഒരു സൈഡിൽ കൂടെ പൊക്കൂടെ. ആ മാർക്കങ്ങോട്ട് ഞാൻ ഒരുത്തനെ ഇടിച്ചിട്ടു. എൻ്റെ വണ്ടിയുടെ 1% ഹെൽത്ത് കുറഞ്ഞു. അത് സീനില്ല. ഇവിടെ ഇപ്പോൾ റോഡ് മൊത്തം കാലി. ഇനി പടച്ചു വിടാം. ഇപ്പം നോക്ക്, 260 കടന്നു. ഇപ്പോൾ അത് 280 കടന്നു. 300 എത്താറായി. ഓക്കെ, ഇവിടെ അങ്ങനെ 300 കടന്നു. ഇത് കഴിഞ്ഞിട്ട് എത്ര സ്പീഡിൽ പോകുന്നു നോക്കി നോക്കാം. 309, 310. ആ പോട്ടെങ്ങട് കയറട്ടെ 313, 314. ആ കേറ്. ഇതെന്താ കയറാത്ത? 315. ആ 315 വരെ പൂളെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതായിരിക്കും ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഓക്കെ, ഇവിടെ അങ്ങനെ വീണ്ടും ടോളെത്തി. ഹൈവേ കഴിഞ്ഞ. അല്ലാണ്ട് പിന്നെ ഹൈവേ കഴിയില്ലേ? നമ്മൾ അമ്മാതിരി സ്പീഡിലാണ് വന്നത്. 315. എന്നിട്ടായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാൻഡിൽ എത്താറായ. ആടെ പിഞ്ചനെ, നമ്മളിപ്പോൾ സ്റ്റാൻഡിൽ എത്താറായി. മുന്നിൽ പിന്നെ നിറച്ച വണ്ടികളാ. നമുക്ക് റോങ് സൈഡ് എടുത്ത് പോവാം. ജസ്റ്റ് മിസ്. ഇപ്പം എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചാനെ. റോങ് സൈഡ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ KSRTC ഡ്രൈവർമാരാ. നമുക്ക് ധൃതിയുണ്ട്. നമുക്ക് ആൾക്കാരെ സമയത്ത് എത്തിക്കണം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ സ്റ്റാൻഡിലേക്ക് എത്തിയേക്കാണ്. എത്രയൊക്കെ സ്പീഡിൽ പോയാലും നമ്മൾ ആൾക്കാരെ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. അത് മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അല്ല, ഔട്ട്രോ ആരാ പറയണേ? എടാ പിഞ്ചാനെ, നീ പറ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ് ചെയ്യുക. അതെൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഇതേ നോക്ക്, അപ്പുറത്ത് ഒരു പുതിയ KSRTC പോണു.